നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ജിഷ്ണുനാ ഭീമസേനേന സാത്വതേന ച സംയുഗേ. തനിക്ക് വേണ്ടപ്പെട്ട വീരന്മാരെ എല്ലാം കൊന്നൊടുക്കിയത്, താൻ ആരിലാണോ വിശ്വാസം അർപ്പിച്ചിരുന്നത് അവരെല്ലാം സംഹരിച്ചത് ഒന്ന് ജിഷ്ണു, അർജുനൻ. ജിഷ്ണു എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ ജയിക്കുക ശീലമായിട്ടുള്ളവൻ എന്നാണ്. അങ്ങനെ ജയശീലനായിരിക്കുന്ന അർജുനനാണ് തന്റെ അടുത്ത സുഹൃത്തുക്കളെയും തന്റെ വീരന്മാരായ യോദ്ധാക്കളെയും എല്ലാം കൊന്നൊടുക്കിയ ആളുകളിൽ പ്രധാനി ഒരാള് പിന്നെയോ ഭീമസേനൻ. ഭീമസേനൻ വീരന്മാരായ യോദ്ധാക്കളെ അനേകം പേരെ കൊന്നൊടുക്കി. തന്റെ അനുജന്മാരെയും, അവരെല്ലാം വീരന്മാരാണ്, അവരെയും അനേകം പേരെ കൊന്നൊടുക്കി. എന്ന് മാത്രമല്ല, സാത്വികി, കൃഷ്ണന്റെ വംശത്തിൽ പിറന്ന, സാത്വത വംശത്തിൽ പിറന്ന സാത്വികി അർജുനന്റെ ശിഷ്യനും കൂടിയാണ്. അർജുനനെ പോലെ തന്നെ അങ്ങേയറ്റം കരുതനായിട്ടുള്ള പോരാളിയാണ്. ഇവര് മൂന്നുപേരും കൂടി തനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം കൊന്നൊടുക്കിയിരിക്കുന്നത്. ഒന്നൊന്നായിട്ട് ആ സംഭവങ്ങൾ ഒന്നൊന്നായിട്ട് ദുര്യോധനൻ ചിന്തിക്കുകയാണ്. അവര് ചതിവിലല്ല തന്റെ യോദ്ധാക്കളെ കൊന്നത്. അഭിമന്യുവിനെ താൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചതിച്ചാണ് കൊന്നത്. അവരിങ്ങനെയല്ല തന്റെ സൈന്യങ്ങളെ കൊന്നൊടുക്കിയത്. പിന്നെയോ നീതിയുക്തമായ യുദ്ധത്തിലൂടെ. അങ്ങനെയാണ് അവരുടെ കരുത്തുകൊണ്ട്, സാമർഥ്യം കൊണ്ട് കൊന്നൊടുക്കി. അപ്പൊ ഇത് ചിന്തിച്ചിട്ട്, ആ സംഭവങ്ങളെല്ലാം നേരിട്ട് കണ്ടയാളാണല്ലോ ദുര്യോധനൻ, അതെല്ലാം ചിന്തിച്ചിട്ട് സവിവർണ കൃശോദീനോ, ആ ദുര്യോധനൻ അങ്ങേയറ്റം ദീനനായി തീർന്നു. എന്ന് മാത്രമല്ല, അയാളുടെ മുഖം ആകെ വിളറിപ്പോയി. അങ്ങനെ അയാള് ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ വിഷമിച്ചു. ആ സാഹചര്യങ്ങളെ എല്ലാം ദുര്യോധനൻ വിലയിരുത്തുകയാണ്. അമന്യതാർജുന സമോ നയോത്ഥാ ഭുവി വിദ്യതേ. ദുര്യോധനൻ ഇപ്പോ ഉറപ്പായി, അർജുനന് തുല്യനായിട്ട് ഈ ഭൂമിയിൽ ഒരു യോദ്ധാവില്ല. കർണനെ കൊണ്ട് അർജുനനെ സംഹരിക്കാമെന്നുള്ള വിചാരമായിരുന്നല്ലോ ദുര്യോധനന് ആദ്യം മുതലേ. അന്ന് അഭ്യാസ കാഴ്ചയുടെ രംഗത്ത് വെച്ച് കർണൻ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് എത്തിച്ചേർന്ന അവസരത്തിൽ ദുര്യോധനന് പൂർണ്ണമായ വിശ്വാസമുണ്ടായി കർണൻ അത് സാധിക്കുമെന്ന്. കർണൻ തന്റെ ആയുധവിദ്യയുടെ മികവുകളെല്ലാം അവിടെ കാണിക്കുകയും ചെയ്തു. അർജുനൻ എന്തൊക്കെ ചെയ്തു അതെല്ലാം അയാൾ അതേ ലാഘവത്തോടുകൂടി ചെയ്തു. അപ്പോ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉള്ള കർണന്റെ തുടർന്നുള്ള പരിശീലനങ്ങളും അർജുനന് പറ്റിയ എതിരാളിയായി കർണനെ കണ്ടു. ഇപ്പോ കർണന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, കർണന്റെ കൂടെ മറ്റെല്ലാ പോരാളികളും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ഇപ്പോൾ ദുര്യോധനൻ ഉറപ്പായി, അർജുന തുല്യനായിട്ട് ഈ ഭൂമിയിൽ ഒരൊറ്റ യോദ്ധാവും ഇല്ല എന്ന്. നദ്രോണോ നചരാധേയോ നാശ്വത്ഥാമാ കൃപോ നച ക്രുദ്ധസ്യ സമരേ സ്ഥാതും പര്യാപ്തായിതി മാരുഷ. ദ്രോണന് കോപാകുലനായിട്ട് പാഞ്ഞടുക്കുന്ന അർജുനന്റെ നേരെ പടക്കളത്തില് സുധീരമായിട്ട് ചെറുത്തു നിൽക്കാൻ ശേഷിയില്ല എന്ന് ദുര്യോധനൻ തിരിച്ചറിഞ്ഞു. ദ്രോണന് സാധിക്കില്ല, രാധേയന് സാധിക്കില്ല.
കർണന് സാധിക്കില്ല. കർണനിലുണ്ടായിരുന്ന തന്റെ വിശ്വാസമെല്ലാം ഇപ്പോഴിതാ തകർന്നടിയുന്നു. എന്ന് മാത്രമല്ല, ദ്രോണപുത്രനായ വീരന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് വളരെ വീരനായിരിക്കുന്ന അശ്വത്ഥാമാവിനും സാധ്യമല്ല. അവരെല്ലാം ഒരുമിച്ചാണ് അർജുനന്റെ മുന്നിൽ പരാജയപ്പെട്ടത്. ക്രുദ്ധനായ അർജുനനുണ്ടല്ലോ, ആ അർജുനൻ ഭയങ്കരനാണ്. അയാളെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധ്യമല്ല. നിർജിത്യ ഹിരണേ പാർത്ഥ സർവാൻ മമ മഹാരഥാൻ അവധീത് സൈന്ധവം സംഖ്യേ നച കശ്ചിദവാരയത്. ഇതാണ് ദുര്യോധനൻ ചിന്തിക്കുന്നത്. ഈ അതിപ്രഗത്ഭന്മാരായ യോദ്ധാക്കളെയെല്ലാം ഏകനായിട്ട് അർജുനൻ നേരിട്ടുള്ളതായ ആ യുദ്ധത്തില് തോൽപ്പിച്ചു. അവരെയെല്ലാം തോൽപ്പിച്ചത് മാത്രമല്ല, ആരെ സംരക്ഷിക്കാനാണോ സർവസന്നാഹങ്ങളും ഒരുക്കി അവര് അണിനിരന്ന് നിന്നിരുന്നത്, ആ സൈന്ധവനെ, സിന്ധുരാജാവിന്, ജയദ്രഥന്, അർജുനൻ എല്ലാവരുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട്, എല്ലാവരുടെയും വിശ്വാസങ്ങളെ തെറ്റിച്ചുകൊണ്ടും സംഹരിച്ചു കളഞ്ഞു. ഇനി പാണ്ഡവന്മാർക്ക് ആരെയാണ് തോൽപ്പിക്കാൻ കഴിയാത്തത്? ആരെ വേണമെങ്കിലും ഒരു നിമിഷം കൊണ്ട് പാണ്ഡവന്മാർക്ക് തോൽപ്പിക്കാനാകും. കൗരവന്മാരിൽ ആരെ വേണമെങ്കിലും സംഹരിക്കാനാകും എന്ന് ദുര്യോധനന് നേരിട്ട് ബോധ്യമായി. താൻ വിചാരിച്ചിട്ടും അർജുനനെ തടയാനായില്ല. കർണാദികളെല്ലാം അർജുനനെ തടയാനായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ താനും കൂടെ ഉണ്ടായിരുന്നു. താൻ വിചാരിച്ചിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ദുര്യോധനൻ അറിയാം. ദുര്യോധനൻ ഇതെല്ലാം ഓർത്ത് ആകെ ദുഃഖിതനാണ്. ഇനി തനിക്ക് എങ്ങനെയാ രാജ്യം കിട്ടുക? എങ്ങനെയാണ് യുദ്ധത്തിൽ ജയിക്കാനാവുക? സർവഥാഹതമേ വേദം കൗരവാണാം മഹദ്ബലം. കൗരവന്മാരുടെ അതിവിപുലമായ സേനയുണ്ടല്ലോ, 11 അക്ഷൗഹിണികൾ തുടക്കത്തിലുണ്ടായിരുന്നു. അതിൽ വളരെയേറെ ഇതിനകം നഷ്ടമായി. എങ്കിലും ഇപ്പോഴും വലുതായ സൈന്യം പാണ്ഡവരുടേതിനേക്കാൾ കൗരവന്മാരുടേതാണ്. അങ്ങനെയുള്ളതായ ഈ കൗരവന്മാരുടെ വലിയ ബലമുണ്ടല്ലോ, സൈന്യമുണ്ടല്ലോ, അത് സർവഥാ എല്ലാ പ്രകാരത്തിലും യുദ്ധ നിയമങ്ങളുടെയും യുദ്ധതന്ത്രങ്ങളുടെയും സംഭവഗതികളുടെയും ഫലങ്ങളുടെയും ഒക്കെ മാനദണ്ഡം വെച്ച് അളന്നു നോക്കിക്കഴിഞ്ഞാല് കൗരവബലം പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടു. ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്ന് ദുര്യോധനന്റെ മനസ്സിലെ പരുഷത, കാർക്കശ്യം ചിന്തിപ്പിക്കുകയാണ്. ദ്രോണന് സാധിക്കില്ല എന്ന് ദുര്യോധനൻ ചിന്തിക്കുന്നത് ദുര്യോധനന്റെ പരുഷതയാലാണ്. ഒരു ചെറിയൊരു കുറവ്, തന്റെ പ്രതീക്ഷയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു കുറവ് ആരിലെങ്കിലും സംഭവിച്ചാൽ ദുര്യോധനന്റെ ഉള്ളിലെ പരുഷത ഉണരും. അവരെ ദുര്യോധനൻ തന്റെ മനസ്സുകൊണ്ട് ആദ്യമേ തന്നെ നിന്ദിക്കും. പാരുഷ്യത്താൽ നേരിട്ട് കാണുമ്പോൾ വേണ്ടുന്ന പ്രകാരത്തില് പരുഷത പ്രകടമാക്കുകയും ചെയ്യും. അത് പ്രകടമാക്കുന്നുണ്ട് ഇനി തുടർന്ന്. അതിന്റെ തുടക്കമാണ് ഇവിടെ. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് വളരെയേറെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്ന സംഭവമായിരുന്നു ഇത്. ദേവേന്ദ്രൻ വിചാരിച്ചാൽ പോലും അർജുനനെ തടയാനാവില്ല, ജയദ്രഥനെ രക്ഷിക്കാനാവില്ല എന്ന് താൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു, കണ്ടറിഞ്ഞു. യമുപാശ്രിത്യ സംഗ്രാമേ കൃതശസ്ത്ര സമുദ്യമ. ആരുടെ കരുത്തിനെ ആശ്രയിച്ചിട്ടാണോ ഞാന് യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുത്ത് അതിനു വേണ്ടിയിട്ടുള്ളതായ ആയുധങ്ങളും യോദ്ധാക്കളും രഥങ്ങളും ആനകളും കുതിരകളും എല്ലാം സർവസന്നാഹങ്ങളും സംഭരിച്ചത്, വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് എല്ലാം ഒരുക്കി നിർത്തിയത് യുദ്ധത്തിനു വേണ്ടി ഒരാളുടെ ബലത്തെ പൂർണ്ണമായും ആശ്രയിച്ചിട്ടാണ്. തനിക്കറിയാം പാണ്ഡവന്മാരെ ഭീഷ്മൻ സംഹരിക്കില്ല എന്ന്. അതേപോലെ തന്നെ കൗരവന്മാർ
പാണ്ഡവരുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ദ്രോണനും പാണ്ഡവന്മാർ 5 പേരെയും സംഹരിക്കില്ല എന്ന് തനിക്കറിയാം. ഒരുപക്ഷെ ആ പക്ഷത്തിലുള്ള മറ്റു പലരെയും സംഹരിച്ചു എന്ന് വരാം. അതുകൊണ്ടായില്ലല്ലോ. പാണ്ഡവന്മാരെ സംഹരിച്ചാലല്ലേ യുദ്ധം താൻ ജയിച്ചതായി തീരുള്ളൂ. ദ്രോണനും മനസ്സുകൊണ്ട് മറുപക്ഷത്താണ് എന്ന് ദുര്യോധനറിയാം. എന്നാൽ കർണൻ അങ്ങനെയല്ല, പൂർണ്ണമായും തന്റെ പക്ഷത്താണ് എന്ന് മാത്രമല്ല, പാണ്ഡവരെ സംഹരിക്കുവാനുള്ളതായ ശേഷി തനിക്കുണ്ട്, പാണ്ഡവരെ സംഹരിക്കാനുള്ള ശേഷി തനിക്കുണ്ട് എന്ന് കർണൻ അഭിമാനിക്കുന്നു. കർണൻ അത് പ്രകടമാക്കുന്നു. ആ കർണനിൽ ദുര്യോധനന് പൂർണ്ണ വിശ്വാസം. താൻ കർണനെ വിശ്വസിച്ചു. കർണന്റെ ആ ശക്തിയിലെ അഭിമാനം കൊണ്ടിട്ട് താൻ യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കി. അങ്ങനെയുള്ള ആ കർണന് ഇപ്പോൾ എന്തു പറ്റി? സകർണോ നിർജിത സംഘേ ഹതശ്ചൈവ ജയദ്രഥ. ആ കർണൻ യുദ്ധത്തില് തോൽപ്പിക്കപ്പെട്ടു. ആരാൽ? ഏകനായ അർജുനന്.